ഇന്നത്തെ വ്ലോഗുണ്ടല്ലോ, അന്ന് പോലീസ് വന്ന് വെള്ളം കേറിന്നൊക്കെ പറഞ്ഞില്ലേ, അന്നത്തെ വ്ലോഗാണ് ട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചൊരു ദിവസവും കൂടി ആയിരുന്നു ട്ടോ അന്ന്. അപ്പോൾ വെള്ളം ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ പോലീസിനെ വിളിക്കണമെന്നൊന്നും മനസ്സിൽ വിചാരിച്ചൊരു കാര്യമല്ല ട്ടോ. അന്ന് നല്ല മഴയായിരുന്നു ട്ടോ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന വെള്ളം മൊത്തം വീട്ടിലേക്ക് കയറൂലേ. അങ്ങനെ വന്നാലോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് പോലീസിനെയൊക്കെ വിളിച്ചത്. അവർ വന്നപ്പോൾ എനിക്കൊരു ചെറിയ ചാല് പോലെ അവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബായി വന്നിട്ട് ആ മിറ്റലൊക്കെ ഒന്ന് ഒതുക്കി തന്നിട്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം എൻ്റെ മുറ്റമൊക്കെ ഉണ്ടല്ലോ, ദേ ഈ രീതിയിൽ ചളി പിടിച്ച് കിടക്കായിരുന്നു. എൻ്റെ പൊന്നേ, വല്ലാത്തൊരു സ്മെല്ല്. സത്യം പറഞ്ഞാൽ ഞാനന്ന് കരഞ്ഞുകൊണ്ട് തന്നെയാട്ടോ ആ ഷോർട്സിൽ സംസാരിച്ചത്. എനിക്ക് അത്രയും സങ്കടമായിരുന്നു. കാരണം ഇതിന് മുമ്പ് ഇതുപോലെ വെള്ളം കയറിയിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുപോലെ വെള്ളം കയറുമ്പോണ്ടല്ലോ നമ്മുടെ ശങ്കങ്ങട് പൊടിയും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ തീരദേശത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവൂലേ. അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. പക്ഷെ ഞാൻ ഒറ്റ ഒരാൾ വേണം ഇതൊക്കെ വൃത്തിയാക്കാനായിട്ട്. അതും കൂടി ഓർക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ഭാരമായിരുന്നേ. പിന്നെ സാറുമാരെ പോയതിന് ശേഷം ഞാൻ വേഗം വന്ന കിച്ചണിൽ ഒറ്റ ഇരിപ്പാണ് കേട്ടോ. ഇനി ഇതെങ്ങനെ ക്ലീൻ ആക്കി എടുക്കും എന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരുന്നു ഞാൻ. പിന്നെ പുറത്തേക്കാണെങ്കിൽ ഇറങ്ങാനും പറ്റൂല, അത്രയ്ക്ക് ബാഡ് സ്മെല്ലും ഒക്കെയാണ്. സാധാരണ ഈ റോഡിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പോകും, അതുപോലെയല്ല കേട്ടോ ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കിടക്കുന്ന ഒരു ഏരിയയിലുള്ള വെള്ളം മാത്രമല്ല, വേറെ പല ഏരിയയിൽ നിന്നും കൂടി വരുന്ന വെള്ളം. അപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി വെള്ളമാണ് ഈ വരുന്നത്. അന്ന് നിർത്താണ്ട് മഴ പെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഉണ്ടാവുമായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒറ്റ മഴയിൽ അത്രയും വെള്ളം വന്നു. പിന്നെ വെള്ളം ആ ഹോളിലൂടെ കുറേശ്ശെ കുറേശ്ശെയായിട്ടാണ് പോയത്. കുറച്ച് നേരം എടുത്തു വെള്ളം ഇറങ്ങാനൊക്കെ ആയിട്ട്. പിന്നെ ഈവനിങ് ആയപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോടൊന്നും ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ തന്നെയാട്ടോ ക്ലീൻ ആക്കിയത് മൊത്തം. ഒരു സന്ധ്യാവണ വരെ എനിക്ക് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഒരു ക്ലീനിങ് ഒക്കെ ഞാൻ തട്ടിക്കൂട്ടി അങ്ങോട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്കൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിയിൽ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചെറിയ തോതിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലീനിങ് ഞാൻ അന്നത്തെ ദിവസം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് ഈ വ്ലോഗിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ആ വീഡിയോ എടുക്കലും പിടിക്കലും ഒന്നും പറ്റില്ല. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടാണ് ഞാൻ ആ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഇതുപോലൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ബുദ്ധിമുട്ട്. നമ്മളല്ലാണ്ട് തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ എന്തായാലും പാട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയും കൂടി വരുമ്പോൾ നമുക്ക് ആ വീട് ക്ലീൻ ആക്കി എടുക്കാൻ ഭയങ്കര ഒരു സങ്കടം, വേറൊരു മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ. അപ്പോൾ നമുക്ക് വീഡിയോ പോലും മര്യാദയ്ക്ക് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം, അതായത് ഫസ്റ്റ് ഡേ ക്ലീനിങ് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ ഈ വ്ലോഗ് കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അതൊന്നും ഞാനിപ്പോൾ ഈ വ്ലോഗിൽ പറയുന്നില്ല കേട്ടോ. അങ്ങനെ പുറത്ത് പോയി വന്നിട്ട് ഇന്നത്തെ ദിവസം മോള് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ, അവൾക്ക് ലീവായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത് കേട്ടോ. അപ്പോൾ നൂഡിൽസാണ് ഉണ്ടാക്കിയത്. ഇവിടെ മക്കൾക്ക് നൂഡിൽസാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ നൂഡിൽസൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. പക്ഷെ കുറേ കാലത്തിയിട്ട് മേടിച്ചതാണ്. അപ്പം ഞാൻ അത് നല്ല ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കില്ലേ ആ രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കണത്, സോസേജൊക്കെ ഇട്ടിട്ട്. അപ്പം അതൊക്കെ ഉണ്ടാക്കി. പിന്നെ ബീഫ് പെരുന്നാളിന് കിട്ടിയ ബീഫാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. വരട്ടുക മീൻസ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കിച്ചണിൽ പാത്രങ്ങളും അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ വീടൊക്കെ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം കേട്ടോ. എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകാത്ത ആളാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ഒന്ന് പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ വീട് അത്യാവശ്യമൊക്കെ വൃത്തിയായിട്ടിരിക്കണം കേട്ടോ. എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര പക്കയാണ്. നമുക്ക് വീടിൻ്റെ അകം, ഇപ്പോൾ വീട്ടിലൊരു ദിവസം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിലും വീടൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കുന്ന എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതുമാത്രമല്ല, ഒരു സമയത്ത് എനിക്ക് വീട് പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. അന്നൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു വീടുണ്ടാവാൻ, കയറി കിടക്കാൻ ഒരു വീടുണ്ടാവുക എന്നുള്ളതാണ്. എൻ്റെ കുഞ്ഞു മക്കളെ, നമുക്കുണ്ടല്ലോ സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇന്നൊക്കെ അതേ ഞാൻ കുറേയൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ജോലി സംബന്ധമായിട്ട് ആളുകളൊക്കെ വാടക വീടുകളൊക്കെ തപ്പി അങ്ങനെ വാടക വീടുകളിലൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ നമുക്കുണ്ടല്ലോ സ്വന്തമായിട്ടൊരു വീട്, അവർക്കൊക്കെ നാട്ടിൽ വേറെ വീടൊക്കെ ഉണ്ടാവും. അല്ലാത്തവരുടെ കാര്യമായിട്ട് പറയുന്നത്, സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു വീടില്ലെങ്കിലുണ്ടല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ കുറേ കാലം അനുഭവിച്ചതാണ്. അന്നൊക്കെ ഞാൻ കൂടുതൽ ആഗ്രഹിച്ചത്, എൻ്റെ സ്വപ്നമായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം, അവിടെ ഒരു അഡ്രസ്സ് ഉണ്ടാവണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വീടില്ലെങ്കിൽ അത് അവരുടെ ഒരു ആഗ്രഹം പോലെ ഒരു വീട് ഉണ്ടാവട്ടെ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഈ വീടിന് ഒരുപാട് വർഷത്തെ പഴക്കമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് 6 വർഷം അത്രയൊക്കെ ഉള്ളൂ. ഈ കൊറോണ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു കേട്ടോ ഈ വീടിൻ്റെ ഹൗസ് വാമിങ്. അപ്പം ഊഹിക്കാമല്ലോ എത്ര വർഷം പഴക്കമുണ്ടെന്ന്. ചിലപ്പോൾ ഒരു സമയത്ത് വീടില്ലാണ്ട് ജീവിച്ചതുകൊണ്ടായിരിക്കും ഇപ്പം എനിക്ക് വീടുണ്ടായപ്പോൾ അത് ഇത്രമാത്രം കെയർ ചെയ്ത് കൊണ്ടുവന്ന് നടക്കണത് കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഭ്രാന്തായിട്ടൊന്നുമല്ല. ചിലരുടെ വിചാരം, ഇവൾക്ക് ഈ 24 മണിക്കൂറും വീട് തൂത്തിരിക്കാനാണോ നേരമുള്ളൂ, സ്വന്തം ആരോഗ്യം വരെ നോക്കാണ്ട് ഇങ്ങനെ തൂത്തിരിക്കണം. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. നമുക്ക് ഇതില്ലാണ്ടിരിക്കണം, ഇല്ലാത്തവനാ ഇല്ലാത്തതിൻ്റെ വില അറിയുള്ളൂ.
എന്ന് പറഞ്ഞ പോലെ എനിക്കിതില്ലാണ്ടിരുന്ന സമയത്ത് എനിക്കറിയാം ഒരു വീടിൻ്റെ മഹത്വം വില എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീടൊക്കെ വൃത്തിയായിട്ട് നോക്കുന്നത്. എനിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഞാനാട്ടോ ഇവിടെ കൂടുതലും നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും അത്യാവശ്യം വലിയ കുട്ടികളൊക്കെയാണ്. എന്നാലും അവർ ഒട്ടും നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ എല്ലാം ബാക്കിലേക്കാണ്. അപ്പോൾ ഞാൻ കൂടുതലും നിർബന്ധിക്കാനൊന്നും നടക്കില്ല. ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇങ്ങനെ നന്നായിട്ട് വീടൊക്കെ നോക്കണം. പക്ഷേ ഇവരങ്ങനെ നോക്കാറില്ല. ഞാൻ എൻ്റെ ടൈം വെച്ചിട്ട് ഞാൻ ഓരോന്നൊക്കെ നോക്കി നോക്കി പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തെ ക്ലീനിങ് പെട്ടെന്ന് തീർത്തിട്ട് വേണം സെക്കൻഡ് ക്ലീനിങ്ങിനായിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഞാൻ ഇന്നലെ ഫസ്റ്റത്തെ ക്ലീനിങ് കേട്ടോ നടത്തിയുള്ളൂ. അതിൽ ചെറിയ രീതിയിൽ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ചെറിയ രീതിയിലൊക്കെ സ്മെല്ല് ഇന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടാമതൊന്നും കൂടിയും റിവാഷ് ചെയ്യുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് ഒന്നും കൂടി ക്ലീൻ ആവാൻ തുടങ്ങും. കാര്യം കൊറോണ ടൈമിൽ വീട് പണി കഴിഞ്ഞെങ്കിലും പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കുറേ പ്ലാന്റ്സ് കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് പണ്ട് തുടങ്ങി ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ച് വീട് മൊത്തത്തിൽ ഇങ്ങനെ പച്ചിച്ചിരിക്കണം. അതെൻ്റെ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് കിട്ടാവുന്ന പ്ലാന്റ്സ് മൊത്തം ഞാനിങ്ങനെ കളക്ട് ചെയ്യുമായിരുന്നു. കുറേയൊക്കെ പലരുടെയും വീട്ടിൽ പോയി കളക്ട് ചെയ്യും. പിന്നെ കൂടുതലും വന്നാലും ഞാൻ നഴ്സറിയിൽ നിന്നാട്ടോ മേടിക്കുന്നത്. അന്നാണ് കൂടുതലും ഇവിടെ പ്ലാന്റ്സിൻ്റെ നഴ്സറിയൊക്കെ വരാൻ തുടങ്ങിയത്. അതുവരെ നാട്ടിലൊന്നും ഒരു നഴ്സറി പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൊറോണ ടൈം വന്നതോടുകൂടി കുറേ നഴ്സറികൾ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ കൂടുതലും നഴ്സറി പോയി പ്ലാന്റ്സ് മേടിക്കുന്നത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. നമ്മളൊക്കെ ഉണ്ടല്ലോ അന്നാളിൽ ഈ വീടുകളിലൊക്കെ പോയി പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആരും തരില്ല, ആർക്കും ഇഷ്ടപ്പെടില്ല. അന്ന് ഈ പ്ലാന്റ്സ് ചോദിക്കൽ വല്ലാത്തൊരു ഡിമാൻഡായിരുന്നു കേട്ടോ. അവർക്ക് തരാനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. കാര്യം ചെറിയൊരു കട്ട് പീസ് ഒന്ന് തന്നാൽ മതി. പിന്നെ പ്ലാന്റ്സ് ഇങ്ങനെ വെള്ളവും വളമൊക്കെ കൊടുക്കുമ്പോൾ വളർന്നു വരില്ലേ. പക്ഷെ ആ കട്ട് പീസ് തരാൻ പോലും പലർക്കും മടിയായി. ഈവൻ എനിക്ക് പോലും ചെറിയ മടികളൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു കാശൊക്കെ കൊടുത്ത് നല്ലൊരു പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ വേറൊരാൾ വന്ന് ചോദിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊടുക്കാനൊക്കെ. എന്നാലും പലരുടെയും വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ കുറേ നിൽക്കുന്നുണ്ടാവും. എന്നാലും ഒരു തൈ ചോദിക്കുമ്പോഴത്തേക്കും പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നഴ്സറിയിലേക്ക് പോകും കേട്ടോ. കുറേ നഴ്സറികൾ ഉണ്ടായിരുന്നു അന്നാൾ. പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞതോടുകൂടി ഇപ്പം ഞാൻ അങ്ങനെ നഴ്സറികളൊന്നും കാണാനില്ല കേട്ടോ. അവിടെ ഒക്കെ മിക്കതും തന്നെ അടിച്ച് പൂട്ടി പോയിട്ടുണ്ട്. അന്നത്തെ ഭയങ്കര ഡ്രീം പ്ലാന്റ്സ് ഉണ്ടാക്കലാണല്ലോ. കുറേ പ്ലാന്റ്സ് ഉണ്ടാകുന്നത് എന്തോ വലിയ അന്തസ് പോലെയായിരുന്നു. അപ്പം ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഇടുക്കി അങ്ങനെ കുന്നുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ കാട്ടിലും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പല പല പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും. ഒരിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഇടുക്കി കാട്ടിലൂടെ ഇങ്ങനെ പോകാട്ടോ. അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കുറേ സ്നേക്ക് പ്ലാന്റ് കിട്ടി. അതുകൊണ്ടൊന്ന് വീട്ടിൽ വെച്ച് പിന്നെ ഇങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ നല്ല റേറ്റ് കുറവിൽ നല്ല നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇറങ്ങി മേടിച്ച് കൊണ്ടുവരും. പക്ഷെ അതൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. ഒരു മാസം 2 മാസമൊക്കെ അങ്ങനെ ഇരുന്ന് പോകും കേട്ടോ. അത് കഴിയുമ്പോൾ അതങ്ങോട്ട് വാടിപ്പോവും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പറിച്ചു കൊണ്ടുവന്നേക്കുന്നതാണ് ഞാൻ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. പിന്നെ കൂടുതലും ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ചുമ്മാ പച്ചപ്പ് പോലെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പ്രാന്താണോ നിനക്ക് ഈ കാട്ടിൽ നിൽക്കുന്ന ചെടികളൊക്കെ കൊണ്ടുവന്ന് നടാൻ? ഈവൻ ഞാനിപ്പോൾ കാട്ടിലൊരു പുഴയുടെ തീരത്താണ് പോയിരിക്കണമെങ്കിൽ അവിടെ ഈ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയായിരിക്കും എൻ്റെ ലീഫൊക്കെ കാണാൻ. എനിക്ക് കൂടുതലും ഫ്ലവർ ഉള്ളതിനേക്കാൾ കൂടുതലും ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സുകളാട്ടോ ഇഷ്ടം. അതിൻ്റെ ആ ലീഫിൻ്റെ ഭംഗി കണ്ടിട്ടാണ് എനിക്ക് അതിനോട് അട്രാക്ഷൻ തോന്നുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ പറിച്ച് കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ചട്ടിയിൽ വയ്ക്കും. പിന്നെ പല പല സ്ഥലത്ത് ഇങ്ങനെ പോകും. അവിടെ നിന്ന് പലതും ഇങ്ങനെ കളക്ട് ചെയ്യും, വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ കുറേ ചെടികളാവുമ്പോൾ പണ്ട് കൊണ്ടുവന്ന് വെച്ചത്, അതായത് നേരത്തെ കൊണ്ടുവന്ന് വെച്ചതൊക്കെ ഇങ്ങനെ വാടിപ്പോകും കേട്ടോ. വാടിപ്പോകും. അപ്പോൾ പിന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കും. ഇപ്പം ഞാൻ കൂടുതലും പുറത്തങ്ങനെ പോകാറില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ പ്ലാന്റ്സ് ഒന്നും കിട്ടാറില്ല. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യണം കാണുമ്പോൾ വിചാരിക്കും നല്ല നീറ്റായിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ഇന്നലെ ഞാൻ ക്ലീൻ ആക്കിയതിൻ്റെ ബാക്കിയാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്നലെ ക്ലീൻ ആക്കുന്നതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണേണ്ടായിരുന്നത്. നല്ല പൊടിയും ചെളിയൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഞാൻ രാത്രി ടൈമിലാണ്. ഇപ്പോൾ ഇവിടെ ഈ മരങ്ങളൊക്കെ പൊങ്ങിയേക്കണ കാരണം എനിക്ക് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടില്ല. ഇങ്ങനെ ഇരുണ്ട് മൂടിയിരിക്കണ പോലെ കേട്ടോ. ഒരു 10 മണി 11 12 ഒരു 3 മണി വരെ ഇവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആകെപ്പാടെ മൂടിയിരിക്കും. പോരാത്തതിന് ഇവിടെ സ്ഥലക്കുറവാണ് കേട്ടോ. പിന്നെ ഈ സൈഡിലൊക്കെ ഇപ്പം മരം ഇങ്ങനെ പൊങ്ങിയേക്കണ കാരണം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോൾ അതൊക്കെ ഇപ്പോൾ വെട്ടിക്കളഞ്ഞ് നല്ല വെട്ടമൊക്കെ ആക്കി നിർത്തിയാലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോവാണ്. ഇപ്പം നല്ല മഴക്കാലമായിട്ടുണ്ട്. ഈ മഴയായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയും ചെളി മഴ ഉണ്ടോ. ഇപ്പോൾ ഇവിടെ റോഡ് പണി കിടക്കുന്ന കാരണം വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആകെ ചെളി പിടിച്ചൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ അവിടെ പണിയാൻ വരുന്ന ഭായിമാരൊക്കെ റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ കേട്ടോ വന്ന് ഇവിടെ കാർ പോർച്ചിൽ വന്നിരിക്കും. പിന്നെ ഗേറ്റൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ പണി ആയുധങ്ങളൊക്കെ മൊത്തത്തിലൂടെ കൊണ്ടുവന്ന് വയ്ക്കും. എനിക്കതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഈ മിറ്റലും പൊടിയും കാര്യങ്ങളും പിന്നെ വെള്ളവും ചെളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. സത്യം പറഞ്ഞാൽ അന്ന് പോലീസുകാരെ വിളിക്കണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ ഇവിടെ നിന്ന് ഡെയിലി കാണുന്നതല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഞാൻ വിളിച്ചതാണ് കേട്ടോ. പോരാത്തതിന് അന്ന് ഞാൻ വീഡിയോസ് ഇട്ടപ്പോൾ കുറേ ഫ്രണ്ട്സ് എന്തായി വെള്ളം ഇറങ്ങിയോ
തോന്നിയോ, അപ്പോൾ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പോസിറ്റീവ് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ കമൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സമാധാനമായിട്ടുണ്ടായിരുന്നേ. ഈ ഗ്യാപ്പുള്ള കട്ടകൾ മുറ്റത്ത് ഇട്ടാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഇന്നാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത്. ഇടയിലൊക്കെ ചളി നിറഞ്ഞിരിക്കാൻ ബെസ്റ്റാണ്, പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ എൻ്റെ 3 പൂച്ചക്കുട്ടികളും ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വെള്ളം കയറുന്ന സമയത്ത് വെറ്റകൾ ഇവിടെയായിട്ട് കിടക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് വെറ്റകൾ ഇവിടെ കിടക്കണം, കണ്ണൊന്നും ഇപ്പോൾ തുറന്നിട്ടില്ല. തള്ള ഇതുവരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മുമ്പ് ഇവിടുന്ന് പോയതാണ്. അപ്പം ഞാൻ സൈഡിൽ ഒരു ടയർ ഉണ്ടായിരുന്നു, അതിങ്ങനെ വെച്ച് കൊടുത്തു. അത് കണ്ണ് തുറക്കാത്ത പൂച്ചക്കുട്ടികളാട്ടോ. പൂച്ചക്കുട്ടികൾ ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോഴല്ലേ കണ്ണ് തുറക്കാറ്. 7 ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ കറൻറ്റ് കണ്ണൊന്നും തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കാർഡ്ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ കിടന്ന ഒരു ടയർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തുണിയൊക്കെ വെച്ച് അതിനൊക്കെ എടുത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കട്ടിങ് ഇതുപോലെ കുറച്ച് ഹൈറ്റിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോകൂല. ഇന്നത്തെ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞപ്പോൾ മുറ്റം അത്യാവശ്യം നീറ്റായിട്ടുണ്ട് കേട്ടോ. പക്ഷെ പായലൊക്കെ ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ വീട് അന്ന് പണിത സമയത്ത്, അതായത് കൊറോണ ടൈമിലാണ് ഇത് കയറി താമസം തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, അന്ന് പെയിൻ്റ് അടിച്ചത്. അതിന് ശേഷം വൈറ്റ് വാഷ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും വർഷമായില്ലേ, അപ്പോൾ നന്നായിട്ട് പായലും പൂക്കളൊക്കെ വന്ന് കയറി കിടക്കും. പോരാത്തിന് ചുറ്റും പുറം മരങ്ങളും പിന്നെ നല്ല മഴയുമാണല്ലോ. മഴയത്ത് പിന്നെ ഇങ്ങനെ നിറച്ച് പായലും പൂപ്പലൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ടല്ലോ, ഞാൻ ആകെ നട്ടത്തിരുന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 ദിവസം കൊണ്ട് ഞാൻ ഈ മുറ്റം ക്ലീനാക്കാൻ പെട്ട പാട് ആരും ഹെൽപ്പിനും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി നോക്കിയിട്ടുണ്ടല്ലോ, ഇവളാണെങ്കിൽ ഇവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങണം കേട്ടോ. ടി വിയിൽ പാട്ടും വെച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങി. ഇവൾക്കാണെങ്കിൽ ഇന്ന് സ്കൂളുമില്ല. ഞാൻ അവളോട് വീടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആ മോട്ടറിൻ്റെ സ്വിച്ച് ഒന്ന് ഇടാനും നിർത്താനൊക്കെ പറയുന്നത്. അതുപോലും അവൾ മര്യാദക്ക് ചെയ്ത് തന്നെയാണ്. വേഗം വന്നിട്ട് വിൻഡോയൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം നല്ല മഴയായിരുന്നു. ഇന്നും പതി പുറത്ത് ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ വിൻഡോ ഒന്ന് ചെറുതായിട്ടൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ വല്ലാത്തൊരു ശ്വാസം മുട്ടലാണ്. അപ്പോൾ ഞാൻ ഇനി വീടിൻ്റെ അകമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പോകാണ്ട്. അപ്പോൾ ഞാൻ രാവിലെ കിച്ചൻ്റെ അകത്തുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രമേ നടത്തിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും കിച്ചൺ അടിച്ചു വാരുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ആ പരിപാടികളൊക്കെ ഞാൻ വീടിൻ്റെ അകത്തുള്ള ബാക്കി അടിക്കലും തുടക്കലൊക്കെ നടത്തില്ല, അതിൻ്റെ കൂടിയാട്ടോ ചെയ്തു പോകാറ്. അല്ലെങ്കിൽ കിച്ചൺ മാത്രമായിട്ട് ഞാൻ ആദ്യം അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് തന്നെ പൊടികളൊക്കെ നേരെ കിച്ചണിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെയും റിപ്പീറ്റ് അടിച്ച് കിച്ചൺ ക്ലീൻ ആക്കേണ്ടി വരല്ലോ. അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഇത് കഴിയുമ്പോഴാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊക്കെയാണ് നോർമൽ ഡേയ്സിൽ ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് കൂടുതൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. മുറ്റമൊക്കെ ഇങ്ങനെ ചുറ്റുമുറ അടിച്ച് കഴുകേണ്ട വന്നപ്പോൾ കുറച്ച് കൂടുതൽ ടൈമൊക്കെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നോർമലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ ആരും ഹെൽപ്പിനൊന്നുമില്ല. പിന്നെ കുട്ടികളുടെ കാര്യം, കുട്ടികളൊക്കെ അവർ ചെയ്യില്ല ജോലികളൊന്നും. പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ അവരെ ചെയ്യിപ്പിക്കുമായിരുന്നു കേട്ടോ. അന്ന് അവരത് എൻ്റെ കൂടെ നിന്നൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, അവർ ഒരു ജോലിയും ചെയ്യില്ല. എങ്ങനെയൊക്കെ പുറകെ നടന്ന് പറഞ്ഞാലും അവർ ചെയ്യില്ല. അവർ അവരുടേതായിട്ടുള്ള കളികളിലും കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ ഇവരിങ്ങനെ ചെയ്യില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനും ഒരുപാട് ഫോഴ്സ് ചെയ്യാൻ നിൽക്കാറില്ല. അതല്ലേ കുറച്ചും കൂടി നല്ലത്. നമ്മൾ ഫോഴ്സ് ചെയ്താലുണ്ടല്ലോ, നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഉണ്ടല്ലോ അതിനേ നമുക്ക് നേരം കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒരു സത്യം മനസ്സിലാക്കി, ഒരുപാട് ഫോഴ്സിനൊന്നും പോകണ്ട. നമുക്ക് ആരോഗ്യമുള്ള കാലം വരെ നമുക്ക് പറ്റാവുന്ന ജോലികളൊക്കെ ചെയ്തിങ്ങനെ നടക്കാം. ആരോടും പറയണ്ടാതെ അവർക്കറിയാം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്ന്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ ഇഷ്ടത്തിനായിട്ട് വിട്ടുകൊടുത്തേക്കാണ്. യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, ഈ 2 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യുന്ന കിച്ചൺ ആക്ടിവിറ്റീസൊക്കെ വീഡിയോസ് എടുത്ത് വരുമ്പോഴേക്കും ഒരു 4-5 മണിക്കൂറൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന കഷ്ടപ്പാടും എഫേർട്ടും അത്തരക്കാർക്കായിട്ടാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം മക്കളെ. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.